നമസ്കാരം. യാത്രയെ പ്രണയിച്ചവർക്ക് യാത്രയുടെ ലഹരി അറിയൂ എന്നാണ് പറയപ്പെടുന്നത്. ഞാനും എൻ്റെ കുടുംബവും യാത്രയെ ഒരുപാട് പ്രണയിക്കുന്നവരാണ്. ഞങ്ങളുടെ ഈ വർഷത്തെ യാത്ര ബാംഗ്ലൂരിൽ നിന്നും ഈജിപ്തിലേക്കാണ്. ബാംഗ്ലൂർ എയർപോർട്ടിൽ പുതുതായി സജ്ജീകരിച്ച ടെർമിനൽ 2 ഞങ്ങളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നിരവധി ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ടെർമിനൽ 2 ഞങ്ങളിപ്പോഴുള്ളത്. രാജ്യാന്തര നിലവാരത്തിലുള്ള ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ടെർമിനൽ 2 വളരെ ആസ്വാദ്യകരമാണ്. എമിഗ്രേഷൻ നടപടികളും മറ്റ് ഔദ്യോഗികമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിലെ ഗേറ്റിലേക്ക് എത്തിച്ചേർന്നു. അവിടെ നിന്നും കുവൈത്ത് എയർവേസിൽ ആദ്യം കുവൈത്തിലേക്കും അവിടെ നിന്ന് ഈജിപ്തിലെ കൈറോയിലേക്കുമാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങളിപ്പോൾ കുവൈത്ത് എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. കുവൈത്ത് എയർപോർട്ടിലെ ട്രാൻസിറ്റ് സെക്ഷനിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ വിമാനത്തിലേക്ക് പ്രവേശിച്ചു. വിമാനം കൈറോ എയർപോർട്ടിൻ്റെ മുകളിൽ നിന്ന് ഇതാ ചരിത്രമുറങ്ങുന്ന ഈജിപ്തിൻ്റെ മണ്ണിലേക്ക് ഞങ്ങളെയും കൊണ്ട്. ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് സത്യത്തിൽ ഈ യാത്രയിലൂടെ ഞങ്ങൾ പൂർത്തീകരിക്കുന്നത്. കൈറോ എയർപോർട്ടിൻ്റെ പുറത്ത് ഞങ്ങളെയും കാത്ത് ഞങ്ങളുടെ ഗൈഡും ഡ്രൈവറും ഉണ്ടായിരുന്നു. കൈറോ നഗരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നിരവധി മസ്ജിദുകളും പഴയ കെട്ടിടങ്ങളും പുതുതായി സൃഷ്ടിച്ച നഗരങ്ങളും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് യാത്ര പുറപ്പെട്ടു. ഈ യാത്രയിൽ ഏറ്റവും ആകർഷകമായി തോന്നിയത് ഇന്ത്യയിലെ പോലെ ഹെൽമെറ്റ് ഉപയോഗിക്കാതെ 2 വീലറും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മാത്രം കണ്ടിട്ടുള്ള ഓട്ടോറിക്ഷയും എനിക്ക് കൈറോ നഗരത്തിൽ കാണാൻ സാധിച്ചു. ഇതാ ഓട്ടോറിക്ഷയാണ്. ഈ ഓട്ടോറിക്ഷയ്ക്ക് ഇവിടെ പറയുന്ന പേര് ടുക് ടുക് എന്നാണ്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലും ഞങ്ങൾക്ക് സഞ്ചരിക്കാൻ സജ്ജീകരിച്ച വാഹനവും. ഇതാണ് ഞങ്ങളുടെ ഗൈഡ് അഹമ്മദ് അമീർ. രാത്രി ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുകളിൽ നിന്നും ഗിസയിലെ പിരമിഡുകൾ അങ്ങ് ദൂരെ കാണാൻ സാധിക്കുന്നുണ്ട്.
ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ തന്നെ ഗിസായിലേക്ക് പുറപ്പെട്ടു. മരുഭൂമിയിലൂടെ നടന്ന് ഒട്ടകങ്ങളെയും മറ്റും കണ്ട് അങ്ങകലെ അകലെ കാണുന്ന ആ പിരമിഡിനെ ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ യാത്ര. പിരമിഡുകൾ 3 വിധത്തിലാണുള്ളത്. സ്റ്റെപ്പ് പിരമിഡ്, ബെൻഡ് പിരമിഡ്, സ്ട്രൈറ്റ് പിരമിഡ്. ഇത് സ്റ്റെപ്പ് പിരമിഡാണ്. അത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്റ്റെപ്പായിട്ടുള്ള ഒരു പിരമിഡാണ്. നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ഈ നിർമ്മിതി സത്യത്തിൽ നേരിൽ കാണുവാൻ സാധിക്കുന്നത് തന്നെ വലിയ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഈ മൺകൂന പോലെ കാണുന്നത് ആ പിരമിഡാണ്. ദൂരെ കാണുന്ന മൺകൂന പോലെയുള്ളത് അത് ലക്ഷ്യമാക്കിയാണ് ഇപ്പോഴുള്ള ഞങ്ങളുടെ യാത്ര. ഞങ്ങളുടെ ഗൈഡായിട്ടുള്ള അഹമ്മദ് അമീർ ചരിത്രപരമായി ഒരുപാട് അറിവുകളുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ളതും ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. ഈ പിരമിഡിനകത്തേക്ക് ഒരു ഇടുങ്ങിയ വഴി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതുവഴിയാണ് ആ പിരമിഡിൻ്റെ അകത്തേക്ക് പോകുന്നത്. ഇവിടെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇരുട്ടായിരുന്നു. അവിടെ ഒരു ലോക്കലായിട്ടുള്ളൊരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് അതിനകത്തേക്ക് ഞങ്ങളെ ആനയിച്ചത്. ഇരുട്ടിൽ അവിടുത്തെ ചുവരുകളിലേക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ടോർച്ച് അടിച്ചപ്പോൾ ആ വെളിച്ചത്തിൽ കാണാൻ സാധിക്കുന്നത് ഒരുപാട് ചിത്രപ്പണികളാണ്. ഇങ്ങനെ ടോർച്ച് പ്രകാശിപ്പിക്കുമ്പോൾ കാണുന്നത് ഇത്തരം ചിത്രപ്പണികളാണെങ്കിൽ സൈഡിൽ നിന്നും ചരിച്ച് നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇതാ ഈ രീതിയിലുള്ള ഇമേജാണ് അവിടെ കാണാം. ലൈറ്റ് പ്രകാശിപ്പിച്ചപ്പോൾ മുഴുവനായും അവിടുത്തെ വെളിച്ചം ഓണാക്കിയപ്പോൾ ഈ രീതിയിലാണ് ആ പിരമിഡിൻ്റെ അകം സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള പഴയകാല ബസാർ സന്ദർശിക്കാനാണ് പോയത്. നാലായിരം 5000 വർഷത്തോളം പഴക്കമുള്ള ഈ പിരമിഡുകൾ, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ചരിത്രങ്ങളാണ് ഈജിപ്തിനെ സമ്പുഷ്ടമാക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഒരു പിരമിഡിൻ്റെ മുകളിലാണുള്ളത്.
ഈ പിരമിഡിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് അകത്തേക്കൊരു പ്രവേശനം സജ്ജീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് പ്രവേശിക്കാൻ വലിയ തിരക്കാണ് അവിടെയുള്ളത്. പിരമിഡിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. ഇതാണ് സ്ട്രൈറ്റ് പിരമിഡ്. ഇത് ലോകപ്രശസ്തമായ സ്ഫിങ്സ് എന്ന രൂപമാണ്. തുടർന്ന് ഞങ്ങൾ കാർപ്പറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പരമ്പരാഗത സ്കൂളിലേക്കാണ് പോയത്. ഈ കെട്ടിടത്തിൻ്റെ താഴ്ഭാഗത്ത് കാർപ്പറ്റ് നിർമ്മാണം, അതും കൈകൾ ഉപയോഗിച്ച് തന്നെ. ഇത്രയും ആധുനികപരമായ മാറ്റങ്ങൾ ലോകത്തുണ്ടായിട്ടും ഇന്നും പരമ്പരാഗത ശൈലിയിൽ വളരെ രസകരമായി കാർപ്പറ്റുകൾ ഡിസൈൻ ചെയ്ത് ആ കെട്ടിടത്തിൻ്റെ തന്നെ മുകൾ നിലയിൽ വിൽപ്പന കേന്ദ്രവും സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കാർപ്പറ്റ് നിർമ്മാണം കുട്ടികളെ ഈ മുതിർന്നവരെയും പഠിപ്പിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇതിന് കാർപ്പറ്റ് സ്കൂൾ എന്ന് പേര് നൽകിയിട്ടുള്ളത്. തുടർന്ന് ഞങ്ങൾ ഈജിപ്തിൻ്റെ വ്യത്യസ്തമായ സുഗന്ധങ്ങൾ ലഭ്യമായിട്ടുള്ള ഒരു പെർഫ്യൂം ഫാക്ടറിയിലേക്കാണ് ചെന്നത്. നൈൽ നദിയുടെ സുന്ദരമായ ഒഴുക്കുകൾ ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. നദിയിലൂടെ ഒരു ബോട്ട് സഫാരി. മിസ്ർ സുൽത്താൻ എന്ന് നാമം നൽകിയിട്ടുള്ള ഒരു പായക്കപ്പലിലാണ് ഞങ്ങൾ നൈൽ നദിയുടെ താളവും ഓളവും ആസ്വദിക്കാൻ യാത്ര പുറപ്പെട്ടത്. ഈ പായ്ക്കപ്പലിൻ്റെ കപ്പിത്താൻ എത്ര രസകരമായിട്ടാണ് അതിൻ്റെ പായ സജ്ജീകരിക്കുന്നത് എന്നത് കണ്ടു തന്നെ മനസ്സിലാക്കണം. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ നമ്മളെല്ലാം വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുള്ളതാണ് നൈൽ നദിയും ചെങ്കടലും ഉൾപ്പെടെയുള്ള ഈജിപ്തിൻ്റെ പല ചരിത്രപരമായ പ്രദേശങ്ങളും.
സത്യത്തിൽ ഇതൊരു ജീവിതാഭിലാഷമാണ്. നൈൽ നദിയിലൂടെ ഒരു യാത്ര. മനം നിറഞ്ഞുള്ള ഈ യാത്ര ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവം തന്നെയാണ്. ഞങ്ങളെ കൂടാതെ മറ്റ് യാത്രികരും പല ബോട്ടുകളിലും പായ്ക്കപ്പലുകളിലും അതുപോലെയുള്ള സംഭവങ്ങളായിട്ട് നൈലിലൂടെ സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ദൂരെ കൈറോ ടവർ കാണാം.